ജാസ്മിൻ്റെ പഴയ കൂട്ടുകാരന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അവർ മണ്ടന്മാരാക്കിയാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നി അൺഫോളോ അടിയൊക്കെ. ജാസ്മിൻ ഗബ്രയൊക്കെ അടിച്ചു പിരിഞ്ഞോ, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ ഈശ്വര ഇതൊക്കെ ഒരു 3-5 ദിവസം മുമ്പ് ഇങ്ങനെ അൺഫോളോ അടിച്ചെന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ചതിച്ച് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ അവൻ ചതിച്ച് അവനെ ഇവിടെ ഇട്ടിട്ട് പോയി ഉടായിപ്പാണ് അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞതല്ലേ. അന്ന് ബി കണ്ടവർക്ക് അറിയാം എന്താണ് അതിനകത്ത് സംഭവിച്ച കാര്യങ്ങളും. പിന്നെ പുറത്ത് ഗബ്രി നൈസായിട്ട് ഊരി പോവുകയാണെങ്കിൽ ഗബ്രിയെ കാലേ വാരി നാട്ടുകാർ താഴെ അടിക്കും. എന്നുവെച്ചാൽ അവൻ കാരണമാണല്ലോ ആ പെണ്ണിൻ്റെ ഇത്രയും നെഗറ്റീവ് വന്നതെന്നുള്ള രീതി. പക്ഷെ പുള്ളിക്കാരൻ ഇലയ്ക്കും മുള്ളിനും കേട്ടില്ലാത്ത രീതിയിലല്ലാതെ ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ പറയാൻ വന്നത് വേറെ ഇവരടിച്ചു പിരിഞ്ഞോ അതൊന്നുമല്ല ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. രണ്ടുപേരും അൺഫോളോ ചെയ്തു. ജാസ്മിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരാൾ കയറിയിട്ടുണ്ട്, റസ്മിൻ. നേരത്തെ റസ്മിനെ കണ്ട് അൺഫോളോ ചെയ്തിട്ടൊക്കെ കണ്ടായിരുന്നു തോന്നുന്നു. ഇവരെ കണ്ട് മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം റസ്മിനുമായിട്ട് നല്ല അടുപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, നല്ല കാര്യങ്ങൾ. ഗബ്രിയുടെ അടുത്ത് നോക്കിയാലാണെങ്കിൽ പോലും ഇല്ല, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല. ഈ 3-4 ദിവസം മുമ്പ് ഞാനത് നോക്കിയപ്പോഴും ഗബ്രിയുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയായിരുന്നു. അപ്പം നമുക്ക് ഊഹിക്കാന്ന് പറഞ്ഞാൽ ഇവർ അടിച്ചു പിരിഞ്ഞു ഇല്ലെന്നല്ല ഞാനിവിടെ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പുതിയൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്, മേഘമായി നീ വീഡിയോ സോങ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഇതിൽ കൂടുതൽ വലിയൊരു പ്രൊമോഷൻ കിട്ടാനില്ല, മനസ്സിലായോ? കാരണം ഇവർ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ഇവർ ഇപ്പോൾ ഈ അൺഫോളോയും കാര്യങ്ങൾ അടിക്കുമ്പോൾ എന്താണ് ഈ സംഭവം എന്നറിയാൻ നാട്ടുകാർക്ക് തുറയാം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സാധനം കൂടെ വരുവാണെങ്കിൽ ഇവരുടെ ഇത് കയറി അങ്ങ് വൈറലാവാൻ കാണിക്കുന്ന ഓരോ തോന്നിയവാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു വിചാരം ഞങ്ങൾ ഒരു മുക്കും മൂലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കിയിരുന്ന് നിങ്ങളുടെ കുത്തിയിരുന്ന് കുറ്റം ഇരുന്ന് പറയാം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എൻ്റെ പൊന്ന് ജാസ്മിനെ ഗബ്രിയെ, ഒന്നുമല്ലെങ്കിൽ നിങ്ങളെക്കാളും മുമ്പ് കുറച്ച് ഉണ്ണാൻ തുടങ്ങിയതാണ്. കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ബോധമൊക്കെ നമുക്കുണ്ട്. എനിക്ക് അങ്ങനെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർ ആൽബം റിലീസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയാന്ന് തോന്നുന്നു. ഇതാണെന്ന് ആൽബത്തിൻ്റെ എന്തായാലും നമുക്ക് ആൽബത്തിനും കൂടെ ഒരു പ്രൊമോഷൻ കൊടുത്തേക്കാം. മേഘമായി നീ വീഡിയോ സോങ്ങിൻ്റെ ഒരു ഇതാണ്, നിങ്ങൾ കയറി സെർച്ച് ചെയ്തിട്ടിരുന്ന് കാണും. 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഓക്കെ, അതാണ്. ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ഗൗരവത്തോടെ ഇരുന്ന് അതിൽ പഴയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അവന് പിന്നെ പുള്ളിക്കാരി ഭയങ്കര സ്നേഹമായുണ്ട്. അവർ പഴയ കണക്ഷൻസൊക്കെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു, നേരത്തെ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. അത് വെച്ചിട്ട് അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്നങ്ങ് പറയുമായിരുന്നു. അങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നു ആ സോങ്ങിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നി. ഇന്ന് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഈ എന്താ പറയുക ജാസ്മിന്റെ വിഷയമാണ് അതിന്റെ താഴെ കണ്ടിട്ട് എനിക്ക് തോന്നി. ഞാൻ മിണ്ടാതെ ഒതുങ്ങി പോകുന്നതിനനുസരിച്ച് വീണ്ടും ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ല, അതിങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണ വീണ്ടും ആൾക്കാരിലേക്ക് കൊണ്ടുവരികയാണ്, എന്നെ പ്രൊവോക്ക് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു. ഞാൻ എല്ലാ വോയിസ് റെക്കോർഡുകളുമായിട്ടും എല്ലാമായിട്ടും ഞാൻ വരുന്നതായിരിക്കും. കാരണം ഞാൻ വേണ്ട എന്ന് വെച്ച കാര്യമാണ്. പക്ഷെ എന്നെ പ്രൊവോക്ക് ചെയ്ത് ചെയ്യിപ്പിച്ച് ഇറങ്ങുന്നതാണെങ്കിൽ ഞാൻ അത് ചെയ്യും എന്നുള്ളത് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ച് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു. അത് ഇട്ട് ഒരു 2 മിനിറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സ്വല്പം പുറകിലോട്ടൊന്ന് പോകേണ്ടി വരും. അതായത് ബിഗ് ബോസ് സീസൺ 6 പോകേണ്ടി വരും. അവിടെ പോയാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ ഇരിപ്പ് വശങ്ങൾ. ഞാൻ പണ്ടേ പറയാറുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്യം കണ്ടൊക്കെ ഇടുക. ഇട്ടില്ലെങ്കിൽ നാളെ അത് നമുക്കിനെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സിറ്റുവേഷൻ വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ നിറഞ്ഞ വീഡിയോസ് ഇടുന്നു എന്ന് നിങ്ങൾ എക്സാമ്പിൾ വിചാരിച്ചു. അങ്ങനെ ഒരു സ്നേഹപ്രകടനങ്ങൾ നിറഞ്ഞ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയും എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവർ വീഡിയോസ് ഇടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നാട്ടുകാരിക്കും, എന്തെടാ നീ നിന്റെ ഭാര്യയായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ കാണാനില്ല, എവിടെ നിന്റെ ഭാര്യ പോയാ, നിന്നെ വിട്ട് പോയാ, വേറെ വല്ലവരുടെ റീൽ എടുക്കാൻ പോയാ എന്നുള്ള ചോദ്യങ്ങളടക്കം ചിലപ്പോൾ ഫീൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നീ ഭാര്യ റീൽ ഇട്ടോണ്ടിരിക്കുമ്പോൾ ഭർത്താവിനെ കാണാതായ, എടീ നിന്റെ മറ്റവൻ പോയാ, അവൻ വേറെ ആരോടെ പോയാ, ഈ സെറ്റപ്പിലുള്ള സംസാരമൊക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്ത് കാണിച്ച് നടക്കുന്നവർ കുറെ കൂടി സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് നേരെ ഗബ്രി വിഷയത്തിലോട്ട് വരാം. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്ത് കാണിച്ച് നടക്കുന്നവർ കുറെ കൂടി സൂക്ഷിക്കണം.
അതുലിന്റെ ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ ഗൗരവത്തോടെ ഇരിക്കുക, എന്താ സംഭവം. അപ്പം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോകുമായിരുന്നു. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇതാണല്ലോ. എനിക്ക് തോന്നുന്നു സോങ്ങിന് ഒരു പ്രൊമോഷനായിട്ട് മാത്രം. ഇവറ്റകൾക്ക് പിന്നെ നാണവും മാനവും ഒന്നും പണ്ടേ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അവരുടെയൊക്കെ വിചാരം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് അപുച്ചോ എന്നുള്ള രീതിയിലാണ്. അതിൽ ഇവറ്റകളാണ് ഓരോന്നൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് കൂട്ടി വെക്കുന്നത്. കാരണം മനുഷ്യരെ വെറും മണ്ടരാക്കാൻ വേണ്ടിയുള്ള രീതിയിലേ. ഓക്കെ, എന്തായാലും അതിൽ പഴയ കൂട്ടുകാരനാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തായാലും പറയാം. അതിൽ പിന്നെ പണ്ട് BB ഹെയറും ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് അറിയാലോ BB ഷോ വന്നതിന് ശേഷമൊക്കെയാണ് അടിച്ച് പിരിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഇവനെങ്ങാണ്ട് ഖാദർ കരിപ്പൂടിയുടെ കല്യാണം സമയത്തെങ്ങാണ്ട് ഇവർ ജസ്റ്റ് അങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. എനിക്കിതൊരു ജസ്റ്റ് ഇത് പറയാനുള്ള പ്രൊമോഷന് വേണ്ടി മാത്രമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അത് നിങ്ങളോടൊന്ന് പറയണമെന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ. ലവ് യു.